അനുഗ്രഹദായിനിയും ഭക്തവത്സലയും ദേശത്തിൻ്റെ ജഗന്മാതാവുമായ ശ്രീ മഹാലക്ഷ്മി കുടികൊള്ളുന്ന കടയ്ക്കാവൂർ ആയാൻ്റെ വിളയിലെ ശ്രീ മഹാലക്ഷ്മി ദേവസ്വം തെക്കൻ കേരളത്തിലെ പുണ്യപുരാതനമായ ദേവസ്ഥാനം, ഭക്തസഹസ്രങ്ങൾ നിത്യ ആരാധനയ്ക്കായി തേടിയെത്തുന്ന പരിപാവന സങ്കേതം. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്തരമഹോത്സവത്തിന് ജനുവരി 27-ന് കൊടിയേറും. 9-മേൽ 10:40-നകമുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃക്കൊടിയേറ്റ്. വർക്കല ശിവഗിരി മഠം തന്ത്രി ബ്രഹ്മശ്രീ സനൽ തന്ത്രികൾ, ക്ഷേത്രമേൽശാന്തി ഗുരുവായൂർ സമ്പത്ത് പോറ്റി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുക. ജനുവരി 30-ന് വെള്ളിയാഴ്ച രാവിലെ 10-നാണ് സർവ്വ ഐശ്വര്യ പൂജ. 10 ദിവസം നീളുന്ന ഉത്സവാഘോഷത്തിൻ്റെ 3-ാം നാളിലാണ് പകൽപൂരം. ഫെബ്രുവരി 1-ന് 11:30 മണിക്ക് ഉത്സവ ബലി ദർശനത്തിന് തുടക്കമാകും. ഫെബ്രുവരി 5 വ്യാഴാഴ്ച രാവിലെ 10-നാണ് ആയാൻ്റെ വിള പൊങ്കാല. എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും. ഫെബ്രുവരി 5-നാണ് ഉത്സവ സമാപനം. ഉച്ചയ്ക്ക് 2 മുതൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ആറാട്ട് ഘോഷയാത്ര പുറപ്പെടും. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. കടയ്ക്കാവൂർ ആയാൻ്റെ വിള ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ മഹോത്സവത്തിൻ്റെ കൊടിയേറ്റ് കർമ്മം ജനുവരി മാസം 27-ാം തീയതി രാവിലെ 9-നും 10:40-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ശിവഗിരി മഠം ശ്രീ സനൽ തന്ത്രി അവരുടെയും മുഖ്യകാർമ്മികത്തിൽ നടക്കുന്നു. കൊടിയേറി അന്ന് മുതൽ 10-ാം നാൾ ദേവിക്ക് തിരുവുത്സവമാണ്. വിശേഷാൽ പൂജകളുണ്ടാവും. ക്ഷേത്രസന്നിധിയിൽ നാണയപ്പറ, മറ്റ് വിശേഷങ്ങളുണ്ടാവും. തെക്കൻ കേരളത്തിൽ തന്നെ മഹാലക്ഷ്മി ക്ഷേത്രം എന്ന് അറിയപ്പെടാൻ ആയാൻ്റെ വിള ശ്രീ മഹാലക്ഷ്മി ദേവി മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വളരെയധികം ഭക്തർ എത്തിപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവത്തിന് ആരംഭം കുറിക്കുന്ന ഈ വേളയിൽ എല്ലാ ഭക്തരുടെയും സാന്നിധ്യം ദേവീ സന്നിധിയിലേക്ക് സദയം ക്ഷണിച്ചുകൊള്ളുന്നു. ആയൻ്റെ വിള ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ഉത്രം മഹോത്സവം എല്ലാ തവണയും പോലെ ജനുവരി 27-ാം തീയതി മുതൽ തുടങ്ങി ഫെബ്രുവരി 5-ാം തീയതി അവസാനിക്കുകയാണ്. കൊടിയേറ്റ് 27-ാം തീയതി രാവിലെ 9:40-നകം ആണ്. ഫെബ്രുവരി 5-ാം തീയതി രാവിലെ 10 മണിക്കാണ് സമൂഹ പൊങ്കാല നടക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് ഉത്സവഘോഷയാത്ര ഇവിടെ നിന്ന് ആയൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി നിലയ്ക്കാമുക്ക്, അവിടെ നിന്ന് തിരിച്ച് ആയൻ്റെ ക്ഷേത്രത്തിൽ വന്ന് ആറാട്ട് ദേവിയുടെ ആറാട്ടും നടന്ന് ഉത്സവം കൊടിയിറക്കി അവസാനിക്കുന്നതാണ്.